ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് പൊതുവെ ഒരു മോശം അഭിപ്രായമാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് സൊസൈറ്റിയിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മളൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓ, ജെൻസി ആണോ, അവരിതിലൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരിങ്ങനെ സൊസൈറ്റിയിൽ എടുത്തു ചാടി പെരുമാറുന്ന ആൾക്കാരാണെന്നൊക്കെയുള്ള രീതിയിൽ അവരെ ഒരുമാതിരി എന്താണ് ഭയങ്കരമായിട്ടൊരു മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ചില കുട്ടികൾ അങ്ങനെ ആ ഒരു ചതിക്കുഴിയിലും അതിലൊക്കെ വീണ് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും എല്ലാവരെയും നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താനായിട്ട് പറ്റത്തില്ല. അവരിലും കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അവർ വളർന്ന് വന്ന അവരുടെ ആ ഒരു സാഹചര്യം തന്നെ എടുത്തു നോക്കുക. ടെക്നോളജി വൈസും ഒക്കെ വേൾഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവർ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അതായത് അവരിപ്പം മീംസിലൂടെയും റീൽസിലൂടെയും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളുടെ വേൾഡിലേക്ക് പല കാര്യങ്ങളും എത്തിക്കുന്നത്. ആൻഡ് സൊസൈറ്റിയിൽ നടക്കുന്ന പല ഇഷ്യൂസിനെയും അവർ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതി തന്നെ എന്താണ് വളരെ വ്യത്യസ്തമാണ്. അതവരെന്താണ് മുന്നത്തെ ജനറേഷനിലെ ആൾക്കാരെക്കാളും കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യാനും കാര്യങ്ങളെ കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് ഡീൽ ചെയ്യാനും എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സംഭവിക്കാം, അതൊക്കെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെയധികം നോളജുള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ കുട്ടിക്കാലം തൊട്ടേ ഏണിങ്സ് ഉണ്ടാക്കി വരുന്നൊരു വിഭാഗം കൂടെയാണ് അവർ. സോ അവരുടെ കുറച്ച് വാല്യൂസും പ്രയോറിറ്റീസും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അവർ തെറ്റാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല.